ജ്ഞാനായ സമുദായത്തിലെ അസമാധാനത്തിന്റെ രത്നചുരുക്കമെന്ന തലക്കെട്ടിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പ് പങ്കുവെക്കുകയാണ്. ക്ലീമീസ് തിരുമേനിക്ക് ശേഷം ഭരണഘടന മാറ്റം വരുത്തി സേവേറിയോസ് തിരുമേനിയെ സമുദായ മെത്രാപ്പോലിത്തയായി തെരഞ്ഞെടുത്തു വാഴിച്ചു. കുറച്ചുകാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഗ്രിഗോറിയോസ് മെത്രാനെ ആദ്യ സഹായ മെത്രാനായി വാഴിച്ചു. വീണ്ടും ഇവാനിയോസ്, സിൽവാനോസ് എന്നീ മെത്രാന്മാരെ സഹായ മെത്രാന്മാരായി വാഴിച്ചു. ഇതിനുശേഷം നദികളിലെ ജലം നാശങ്ങൾ വിതയ്ക്കാതെ ആറുകളിലൂടെ കുറെ കാലം ഒഴുകി കടലിൽ ചേർന്നു. ഈ കാലഘട്ടത്തിൽ സഹായ മെത്രാന്മാർക്ക് 3 മേഖലകൾ നൽകി സമുദായ ജനങ്ങൾക്ക് ആത്മീയ ഉണർവ് നൽകുന്നതിലേക്കായി നിയോഗിക്കുന്നു. എന്നാൽ ഭൗതിക അധികാരങ്ങൾ വേണമെന്നും തങ്ങൾ മേഖലകളുടെ സ്വതന്ത്ര ഭരണാധിപന്മാർ ആകണമെന്നും അവരിൽ ആശകൾ ഉണർന്നു. സമുദായ ഭരണഘടന പ്രകാരം അത് ദിവാസ്വപ്നം മാത്രമാണെന്ന് മനസ്സിലാക്കിയ സഹായ മെത്രാന്മാർ ഏതു വിധേനയും അത് സ്വായത്തമാക്കുവാൻ ശ്രമം ആരംഭിക്കുന്നു. അവർ സമുദായ മെത്രാപ്പോലിത്തയെ ഇല്ലാതാക്കുവാനുള്ള ബഹുവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. സമുദായ മെത്രാപ്പോലിത്ത ഭൂതബാധിതനാണെന്ന് പാത്രിയാർക്കീസ് ബാവയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ആകാശത്തിന് കീഴിലുള്ള എല്ലാത്തിനും സമുദായ മെത്രാപ്പോലിത്തയെ കുറ്റക്കാരനാക്കി അവർ ബാവായെ വരുതിയിലാക്കി സമുദായ മെത്രാപ്പോലിത്തയെ നിഷ്കാസനം ചെയ്യുന്നതിന് സകലവിധ മ്ലേച്ഛകരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പാത്രിയാർക്കീസ് ബാവായെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്നു. സേവേറിയോസ് തിരുമേനിയുടെ കുടുംബത്തെ ഇകഴ്ത്തിയും ചിങ്ങവനത്ത് കൂടി നൈറ്റ് ഇടിപ്പിച്ചു നടത്തുമെന്നും ചില സാത്താന്മാർ അലമുറയിടുന്നു. സേവേറിയോസ് മെത്രാപ്പോലിത്തയ്ക്കെതിരെ സഹായന്മാരുടെ ഒത്താശയോട് കൂടി പാത്രിയാർക്കീസ് ബാവ ചാട്ടവാറെടുക്കുന്നു. സഹായന്മാർ 100-നടുത്ത കേസുകൾ സമുദായത്തിനും സമുദായ മെത്രാപ്പോലിത്തയ്ക്കുമെതിരായി ഇന്ത്യയിലെ വിവിധ കോടതികളിൽ കള്ളസാക്ഷ്യം നടപ്പിലാക്കി കിട്ടുന്നതിലേക്കായി കേസുകൾ കൊടുക്കുന്നു. സമുദായ പുരോഗതിയെ തകർക്കുന്നതിന് സകലവിധ കരുക്കളും അവർ നീക്കുന്നു. തന്റെ തെരഞ്ഞെടുപ്പിൽ തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്തില്ല എന്നതിന്റെ പേരിൽ ബാവ വലിയ മെത്രാപ്പോലിത്ത സേവേറിയോസ് തിരുമേനിയെ കഠിനമായി ദ്രോഹിക്കുന്നു. സമുദായ ഭരണഘടന, അസോസിയേഷൻ തുടങ്ങിയ ഭരണ സംവിധാനങ്ങൾ തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ബാവയോടൊപ്പം സഹായന്മാരും പുലമ്പുന്നു. പക്ഷേ 95% അംഗങ്ങളുടെ ഭൂരിപക്ഷമുള്ള സമുദായ നേതൃത്വം സമർത്ഥമായി ഇതിനെ നേരിടുന്നു. സഹായന്മാരുടെ ബാവായിലുള്ള സ്വാധീനം ഉപയോഗിച്ച് സമുദായ മെത്രാപ്പോലിത്തയെ അനീതിപരമായും അകാരണമായും ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിച്ച് സസ്പെൻഡ് ചെയ്യുന്നു. ജനം ബാവായുടെ സമുദായ മെത്രാപ്പോലിത്തയിന്മേലുള്ള അകാരണമായ സസ്പെൻഷനെതിരെ ഇന്ത്യയിലെ നീതിന്യായ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി ബാവ സമുദായ മെത്രാപ്പോലിത്തയ്ക്കെതിരെ ഇന്ത്യയിലെ കോടതിയിൽ കേസ് കൊടുക്കുന്നു. സമുദായ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന സഹായന്മാർക്കുള്ള അലവൻസുകൾ ഇല്ലാതാക്കുന്നു. ബഹുവിധമായ കേസുകൾ നേരിടുന്നതിന് ഭാരിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സമുദായം നേരിടുന്നു. സഹായന്മാർ സങ്കരവർഗങ്ങൾക്ക് വാഗ്ദാനം നൽകി പണം പിരിച്ച് സുഖലോലുപതിയിൽ കഴിയുന്നു. സഹായന്മാരുടെ കൂടെ കൂടിയ 5 വൈദികരെ അവർ പെരുവഴിയിലാക്കുന്നു. ചിലർ പശ്ചാത്തപിച്ച് തിരികെ വരുന്നു. വൈദികരുടെ കുറവ് നികത്തുന്നതിന് യാക്കോബ വൈദികരെ ലഭിച്ചിരുന്നത് സഹായന്മാരുടെ ഇടപെടൽ മൂലം ദൈവാലയങ്ങളിൽ ആരാധനയ്ക്ക് ലഭിക്കാതെ വരുന്നു. ദൈവം ആ കുറവുകളെ നികത്തി നാളിതുവരെയും ആരാധന മുടക്കം കൂടാതെ നടത്തിത്തരുന്നു. സമുദായ നേതൃത്വം ഭരണഘടനയിൽ ശക്തമായി ഉറച്ചു നിന്നുകൊണ്ട് ദൈവാശ്രയത്തിൽ സമുദായത്തെ ദിനം തോറും പുരോഗമന പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നു. ജ്ഞാനായ സമുദായം അങ്ങനെ ആടിയൊളിയാതെ ആ കപ്പിത്താന്റെ നേതൃത്വത്തിൽ സുരക്ഷിതമായി മുന്നോട്ടു പോകുന്നു.